ലോകം സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പശ്ചിമേഷ്യയുടെ ആകാശത്ത് മിസൈലുകൾ ചീറിപ്പായുകയാണ്. നയതന്ത്ര ചർച്ചകളുടെ മേശപ്പുറത്ത് സമാധാനത്തിന്റെ വെള്ളക്കൊടി വീശുമ്പോഴും യുദ്ധകളത്തിൽ പ്രകോപനങ്ങളുടെ വെടിയൊച്ചകൾക്ക് യാതൊരു ശമനവുമില്ല. വാക്കൊന്ന് പ്രവൃത്തി മറ്റൊന്ന് എന്ന അവസ്ഥയിലാണ് നിലവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടവും ഇറാനും തമ്മിലുള്ള ബന്ധത്തിൽ കാണാൻ കഴിയുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധക്കെടുതികൾക്കും സംഘർഷങ്ങൾക്കും അയവില്ലാതെ തുടരുന്നതിനിടയിൽ അമേരിക്കയുടെ ഏറ്റവും മികച്ചതും അത്യാധുനികവുമായ ഒരു ഡ്രോൺ ഇറാൻ വെടിവെച്ചിട്ടു എന്ന വാർത്ത കേവലം ഒരു സൈനിക നടപടി മാത്രമല്ല, മറിച്ച് ലോകത്തെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് തള്ളിവിട്ടേക്കാവുന്ന ഒരു വലിയ സ്ഫോടനത്തിന്റെ മുന്നറിയിപ്പാണത്. പ്രാദേശിക സമുദ്രാതിർത്തി ലംഘിച്ച് പ്രകോപനപരമായ ദൗത്യവുമായി എത്തിയ അമേരിക്കയുടെ $50 ലക്ഷം മൂല്യമുള്ള MQ-1 പ്രഡേറ്റർ ഡ്രോണാണ് തങ്ങൾ വെടിവെച്ചിട്ടതെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതോടെ ലോകരാജ്യങ്ങൾ കടുത്ത ആശങ്കയിലായിരിക്കുകയാണ്. ഈ സംഭവത്തിന്റെ പശ്ചാത്തലം, ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ, ഇതിന്റെ ആഗോള പ്രത്യാഘാതങ്ങൾ എന്നിവ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. മെയ് 31 ഞായറാഴ്ച പുലർച്ചെയോടെയായിരുന്നു ലോകത്തെ ആകെ ഞെട്ടിച്ച ഈ സംഭവം അരങ്ങേറിയത്. ഇറാനിലെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRIB പുറത്തുവിട്ട IRGCയുടെ പ്രസ്താവന പ്രകാരം ഇറാന്റെ വ്യോമാതിർത്തിക്കുള്ളിൽ അനധികൃതമായി കടന്നുകയറിയ ഡ്രോണിനെ അവരുടെ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് തകർത്തത്. വരും ദിവസങ്ങളിൽ അമേരിക്കയിൽ നിന്ന് ഇതിനുള്ള ശക്തമായ ഒരു തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളത് പശ്ചിമേഷ്യയെ കനത്ത യുദ്ധഭീതിയിലാഴ്ത്തുന്നു. ഇറാൻ തീരദേശ മേഖലകളിൽ തങ്ങളുടെ സുരക്ഷാ സേന അതീവ ജാഗ്രത പുലർത്തുന്നതിനിടയിലാണ് അമേരിക്കൻ സൈന്യത്തിന്റെ ഡ്രോൺ ഇറാന്റെ സമുദ്രാതിർത്തിയിലേക്ക് കടന്നത്. പുലർച്ചെ തന്നെ ഇറാന്റെ അത്യാധുനിക റഡാർ നിരീക്ഷണ സംവിധാനങ്ങൾ ഈ ഡ്രോണിന്റെ സാന്നിധ്യം വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞിരുന്നു. ശത്രുതാപരമായ ആക്രമണമോ അതല്ലെങ്കിൽ തങ്ങളുടെ തന്ത്രപ്രധാനമായ സൈനിക രഹസ്യങ്ങൾ ചോർത്താനുള്ള നിരീക്ഷണമോ ലക്ഷ്യമിട്ടാണ് ഈ ഡ്രോൺ എത്തിയതെന്ന് ഇറാൻ സംശയിച്ചു. തുടർന്ന് ഒട്ടും വൈകാതെ തന്നെ അത്യാധുനിക വ്യോമ പ്രതിരോധ മിസൈലുകൾ കൃത്യസമയത്ത് ഡ്രോണിന്റെ ലക്ഷ്യം വെച്ച് കുതിക്കുകയും അതിനെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കുകയുമായിരുന്നുവെന്ന് IRGC അഭിമാനത്തോടെ ലോകത്തെ അറിയിച്ചു. ഇറാന്റെ പരമാധികാരത്തിന്മേലുള്ള ഇത്തരം കടന്നുകയറ്റങ്ങളെ ഒരു തരത്തിലും വെച്ച് പൊറുപ്പിക്കാൻ തങ്ങൾ തയ്യാറല്ലെന്ന് ഇറാന്റെ സൈനിക വക്താക്കൾ വളരെ കർശനമായ ഭാഷയിൽ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാന്റെ സമുദ്രാതിർത്തികളും വ്യോമാതിർത്തികളും പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നും രാജ്യത്തിനെതിരായുള്ള ഏത് ചെറിയ ആക്രമണത്തെയും കനത്ത രീതിയിൽ തന്നെ പ്രതിരോധിക്കാൻ ഇറാൻ സജ്ജമാണെന്നും വ്യോമസേന വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമേരിക്കൻ സൈന്യവും ഇറാനും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഇറാൻ വാദിക്കുമ്പോൾ തങ്ങളുടെ ഡ്രോൺ അന്താരാഷ്ട്ര വ്യോമാതിർത്തിയിലായിരുന്നു എന്നാണ് അമേരിക്ക എക്കാലത്തും ഇത്തരം സന്ദർഭങ്ങളിൽ ന്യായീകരിക്കാറുള്ളത്. ഈ സംഭവത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് തകർന്നു വീണ ഡ്രോണിന്റെ പ്രത്യേകതകളെക്കുറിച്ചാണ്. എന്താണ് ഈ MQ-1 പ്രൊഡേറ്റർ ഡ്രോൺ? അമേരിക്കൻ പ്രതിരോധ കമ്പനിയായ ജനറൽ അറ്റോമിക്സ് എയറോനോട്ടിക്സ് സിസ്റ്റംസ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ തന്നെ ഏറ്റവും വിനാശകാരിയായ നിരീക്ഷണ ആക്രമണ ഡ്രോണുകളിലൊന്നാണ് MQ-1 പ്രഡേറ്റർ. വെറുമൊരു ക്യാമറ ഘടിപ്പിച്ച പറക്കും യന്ത്രമല്ല ഇത്. 90കളുടെ മധ്യത്തിലാണ് ഇത്തരം ഡ്രോണുകൾ അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗമാകുന്നത്. സൈനിക ചരിത്രത്തിലെ ഡ്രോണുകളുടെ ഉപയോഗത്തെ വെറും നിരീക്ഷണ ഉപാധി എന്നതിൽ നിന്നും കൃത്യതയാർന്ന ആക്രമണങ്ങൾ നടത്താൻ ശേഷിയുള്ള യുദ്ധവിമാനങ്ങളുടെ തലത്തിലേക്ക് മാറ്റിയത് ഈ പ്രൊഡക്ടർ ഡ്രോണുകളുടെ വരവോടെയാണ്. മനുഷ്യരില്ലാതെ പറക്കുന്ന ഈ യന്ത്രങ്ങൾക്ക് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം കൺട്രോൾ റൂമിലിരിക്കുന്ന ഒരു സൈനികന്റെ നിർദ്ദേശപ്രകാരം അതിസൂക്ഷ്മമായ ശത്രുതാവളങ്ങൾ നിരീക്ഷിക്കാനും ആവശ്യമെങ്കിൽ മിസൈലുകൾ വർഷിച്ച് സർവനാശം വിതയ്ക്കാനും സാധിക്കും. ഹെൽഫെയർ മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള ഈ ഡ്രോണുകൾക്ക് ശത്രുക്കളുടെ റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് പറക്കാനും രാത്രികാലങ്ങളിൽ പോലും വ്യക്തമായ ചിത്രങ്ങൾ പകർത്താനും കഴിവുണ്ട്. ഇത്രയധികം സാങ്കേതിക തികവുള്ള $50 ലക്ഷം വിലമതിക്കുന്ന ഒരു ഡ്രോണിനെയാണ് ഇറാന്റെ പ്രതിരോധ സംവിധാനം വളരെ നിഷ്പ്രയാസം വെടിവെച്ചിട്ടിരിക്കുന്നത്. ഇത് അമേരിക്കൻ സാങ്കേതിക വിദ്യക്കേറ്റ വലിയൊരു പ്രഹരമായും ഇറാന്റെ സൈനിക മികവിന്റെ തെളിവായുമാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഞായറാഴ്ച നടന്ന ഡ്രോൺ ആക്രമണം ഒറ്റപ്പെട്ട ഒരു സംഭവമായി കാണാൻ സാധിക്കില്ല. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അതിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വഷളായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സംഘർഷങ്ങൾക്ക് വ്യക്തമായ ഒരു തുടർച്ചയുണ്ട്. മെയ് 26 അമേരിക്കയുടെ മറ്റൊരു അത്യാധുനിക ഡ്രോണായ MQ-9 റീപ്പർ തങ്ങൾ വെടിവെച്ചിട്ടതായി ഇറാൻ അവകാശപ്പെട്ടിരുന്നു. പ്രഡേറ്റർ ഡ്രോണിനേക്കാൾ വലിയതും കൂടുതൽ അപകടകാരിയുമായ ഡ്രോണാണ് റീപ്പർ. ഇതിനു പുറമെ ഇറാന്റെ വ്യോമാതിർത്തി ലംഘിച്ച അമേരിക്കയുടെ ഒരു RQ-4
ഗ്ലോബൽ ഹോക്ക് ഡ്രോണിന് നേരെയും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച യുദ്ധവിമാനമായ F-35 പോർ വിമാനത്തിന് നേരെയും ഇറാൻ സൈന്യം വെടിയുതിർത്തതായി അനൌദ്യോഗികമായ റിപ്പോർട്ടുകളുണ്ട്. ഇത്തരം തുടർച്ചയായ പ്രകോപനങ്ങൾ കാണിക്കുന്നത് പശ്ചിമേഷ്യൻ ആകാശം എത്രത്തോളം കലുഷിതമാണ് എന്നതാണ്. അമേരിക്ക തങ്ങളുടെ സൈനിക ശക്തി പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഒട്ടും പിന്നിലല്ലെന്ന് തെളിയിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഈ എലിയും പൂച്ചയും കളി എപ്പോൾ വേണമെങ്കിലും ഒരു പൂർണ്ണ യുദ്ധമായി മാറാനും സാധ്യതയുണ്ട്. ഇറാൻ ഡ്രോൺ വെടിവെച്ചിടുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തെക്കൻ ഇറാനിലെ ചില താവളങ്ങൾക്ക് നേരെ അമേരിക്കൻ സൈന്യം വളരെ ശക്തമായ ആക്രമണം നടത്തിയിരുന്നു എന്നത് ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. കടലിൽ മൈനുകൾ വിക്ഷേപിക്കാൻ പോയ ഇറാനിയൻ ബോട്ടുകളും മിസൈൽ ലോഞ്ചറുകളുമാണ് അമേരിക്കൻ സൈന്യം അന്ന് തകർത്തത്. തങ്ങളുടെ നാവികസേനയുടെയും സഖ്യരാജ്യങ്ങളുടെ കപ്പലുകളുടെയും സൈനികരുടെയും സുരക്ഷ മുൻനിർത്തിയാണ് ഈ ആക്രമണം നടത്തിയതെന്നും ഇതൊരു സ്വയം പ്രതിരോധ നടപടിയുമാണെന്നുമാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഇതിന് നൽകിയ വിശദീകരണം. എന്നാൽ ഒരു രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ കടന്ന് അവരുടെ സൈനിക സംവിധാനങ്ങൾ തകർക്കുന്നത് എങ്ങനെ സ്വയം പ്രതിരോധമാകും എന്നാണ് ഇറാൻ ചോദിക്കുന്നത്. അന്താരാഷ്ട്ര കപ്പൽ ചാലുകളിൽ ഇറാൻ ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന് അമേരിക്ക ആരോപിക്കുമ്പോൾ തങ്ങളുടെ സമുദ്രാതിർത്തി സംരക്ഷിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്യുന്നതെന്ന ഇറാനും വാദിക്കുന്നു. അമേരിക്കയുടെ ഈ സൈനിക നടപടിക്ക് പിന്നാലെയാണ് അതിനുള്ള ശക്തമായ തിരിച്ചടിയെന്നോണം ഇറാൻ പുതിയ ഡ്രോൺ വെടിവെച്ചിട്ടിരിക്കുന്നത്. യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോഴും മറുവശത്ത് സമാധാനത്തിനായുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്നത് ഒരു വിരോധാഭാസമാണ്. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു വെടിനിർത്തൽ കരാർ കടലാസിലുണ്ട്. ഈ കരാർ ലംഘിക്കാൻ അമേരിക്ക ശ്രമിച്ചാൽ അതിന് ശക്തമായ ഭാഷയിൽ തന്നെ മറുപടി നൽകാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് ഇറാൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മേഖലയിലെ യുദ്ധസമാനമായ സാഹചര്യം അവസാനിപ്പിക്കുന്നതിനായി മറ്റു ചില രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ഇരുപക്ഷവും തമ്മിൽ പരോക്ഷമായ ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അനുകൂലമായ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ ഇരു രാജ്യങ്ങൾക്കും സാധിച്ചിട്ടില്ല. ഇതിന് പ്രധാന കാരണം ഇരു രാജ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന പരസ്പര വിരുദ്ധമായ ആവശ്യങ്ങളാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ കടുത്ത നിബന്ധനകളാണ് ഇറാന് മുന്നിൽ വയ്ക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായും നിർത്തലാക്കണമെന്നതാണ് അമേരിക്കയുടെ പ്രധാന ആവശ്യം. ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങൾ പശ്ചിമേഷ്യയുടെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ സമാധാനത്തിന് ഭീഷണിയാണെന്ന് ട്രംപ് വാദിക്കുന്നു. ഇതിനു പുറമെ രാജ്യാന്തര കപ്പൽ ഗതാഗതത്തിനായി ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു നൽകണമെന്നും അമേരിക്ക ആവശ്യപ്പെടുന്നു. എന്നാൽ അമേരിക്കയുടെ ഇത്തരം ഭീഷണിയുടെ ഭാഷയും സാമ്രാജ്യത്വ നിലപാടുകളും സ്വീകരിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നതാണ് ഇറാന്റെ ഉറച്ച നിലപാട്. നയതന്ത്ര ചർച്ചകൾക്ക് മുന്നോടിയായി അമേരിക്ക ഉപരോധത്തിലൂടെ മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന തങ്ങളുടെ $12 ബില്യൺ വിട്ടുകിട്ടണമെന്നതാണ് ഇറാൻ അവകാശപ്പെടുന്നത്. തങ്ങളുടെ സാമ്പത്തിക രംഗത്തെ തകർക്കുന്ന ഉപരോധങ്ങൾ പിൻവലിക്കാതെ ഒരു ചർച്ചയ്ക്കും പ്രസക്തിയില്ലെന്ന് ഇറാൻ ഭരണകൂടം വിശ്വസിക്കുന്നു. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ഈ പൊരുത്തക്കേടുകളാണ് സമാധാന ചർച്ചകളെ എങ്ങുമെത്താത്ത അവസ്ഥയിലേക്ക് നയിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ സംഘർഷം ആഗോളതലത്തിൽ ഇത്രയധികം ചർച്ച ചെയ്യപ്പെടാൻ പ്രധാന കാരണം പശ്ചിമേഷ്യയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്ക്. ലോകത്തെ ആകെ എണ്ണ വിതരണത്തിന്റെ വലിയൊരു ശതമാനവും കടന്നു പോകുന്നത് ഇറാനും ഒമാനും ഇടയിലുള്ള ഈ ഇടുങ്ങിയ കപ്പൽ പാതയിലൂടെയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പോര് മുറുകിയാൽ ഇറാൻ ഈ കടലിടുക്ക് ഉപരോധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ സംഭവിച്ചാൽ ലോകമെമ്പാടും ക്രൂഡ് ഓയിൽ വിതരണം തടസ്സപ്പെടുകയും ഇന്ധനവില കുതിച്ചുയരുകയും ചെയ്യും. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ വലിയ രീതിയിൽ ബാധിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെയും ഇറാന്റെയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ ലോകത്തിന്റെ മുഴുവൻ സാമ്പത്തിക സന്തുലിതാവസ്ഥയെയാണ് അപകടത്തിലാക്കുന്നത്. ഡ്രോൺ വെടിവെച്ചിട്ടതുപോലെയുള്ള ഓരോ പ്രകോപനങ്ങളും ഈ സമുദ്രപാതയിലെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അമേരിക്കൻ ഡ്രോൺ വെടിവെച്ചിട്ട സംഭവം ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന നേർത്ത നയതന്ത്ര ചർച്ചകളെ പൂർണ്ണമായും ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു വൻ യുദ്ധത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നാണ് ആഗോള രാഷ്ട്രീയ നിരീക്ഷകർ വളരെ ഗൗരവത്തോടെ വിലയിരുത്തുന്നത്. ഒരു ചെറിയ തീപ്പൊരി മതി പശ്ചിമേഷ്യയെ മുഴുവൻ ചാമ്പലാക്കാൻ കഴിവുള്ള ഒരു യുദ്ധം തുടങ്ങാൻ. ഈ വിഷയത്തിൽ അമേരിക്ക വരും മണിക്കൂറുകളിൽ എങ്ങനെ പ്രതികരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും സുരക്ഷ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.